ഇതാ ഇതെന്താണെന്നറിയാമോ? ഇത് മഞ്ഞളിൻ്റെ മൂടാണേ. തേവണത്തെ മഞ്ഞളാണ്. ഈ മഞ്ഞളിനെ ഞാൻ 4ആയിട്ട് കീറിയിട്ട് പുഴുങ്ങുകയാണ്. പുഴുങ്ങിയിട്ട് മഞ്ഞൾപ്പൊടി വെക്കാനാണ്. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേന് ഇത് നമ്മളൊരു പ്രോസസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം പോവും. ഉണ്ടോ? ഇതാണ് മഞ്ഞളിൻ്റെ വിത്ത്. ഇത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയ മഞ്ഞളിനെ നന്നായിട്ട് കഴുകണം. അതിനുവേണ്ടി നമുക്ക് ബേസിനകത്തോട്ടിടാം കേട്ടോ. ഓക്കെ. കണ്ടോ? ഇതിന് നന്നായിട്ട് ഇങ്ങനെ കഴുകണം. 2 വെള്ളത്തിൽ കഴുകണം കേട്ടോ. 2 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിനെ അടപ്പേ വയ്ക്കാൻ. ഓക്കെ. ഇതിനെ നമുക്ക് കട്ട് ചെയ്താൽ വേണ്ട. ഇത് മഞ്ഞൾ ഞാൻ കിളച്ചിട്ട് 4-5 ദിവസമായി. അപ്പോഴത്തേന് ഇരുന്ന് മണ്ണെല്ലാം പോയി. കണ്ട, അതിനകത്ത് ഒരു മണ്ണുമില്ല. കണ്ട വെള്ളത്തിൽ ഇട്ടപ്പോൾ അതിനകത്തൊരു സ്വല്പം പറ്റിയിരുന്നത് അത് അങ്ങ് പോയി. ഓക്കെ. നമുക്ക് ഇതിനകത്തോട്ട് വരാം, കലത്തിലോട്ട് വരാം. നമുക്കിതിനെ കഴിയുക. നമ്മളെ മഞ്ഞൾ കലത്തിൽ വാരിയിടുമ്പം വലിയ കഷ്ണം പോലെ ഉള്ളതൊക്കെ അടിയിലിടണം. ഈ മഞ്ഞളുടെ മൂടൊക്കെ ഉണ്ടെങ്കിൽ അത് അടിയിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് പുഴുങ്ങിയാലും മതി. അപ്പം വേവ് പാകത്തിനാകും. ഞാനിവിടെ പുഴുങ്ങുന്നത് ആവിയിലാണ്. കണ്ടോ, ഞാനിത് കലത്തിൽ 1/2 കലം വെള്ളമുണ്ടേ. ഈ പാത്രത്തിന് 1.5 പാത്രം വെള്ളം ഒഴിച്ച്. അത് നിരമ്പരം വെള്ളം വെക്കണ്ട. ഇത് തിളയ്ക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ വരെ വരുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അങ്ങ് തീ പിരിച്ചിട്ട് അങ്ങ് വെയിലത്ത് കൊണ്ടിട്ടിരുന്നാൽ മതി, വെള്ളം ഊറ്റി കളഞ്ഞിട്ട്. ഓക്കെ. അതിന് ശേഷം ഇങ്ങനെ അടച്ചു നമുക്ക് നോക്കാവേ എന്തായെന്ന്. തിളച്ചെന്നാണ് തോന്നുന്നത്. തിളച്ച് അത് തന്നെ ഉണ്ടാവും. ഇനി തീ അങ്ങ് പിടിച്ചിടാം. ഇച്ചിരി നേരം കൂടെ അടപ്പ ഇരുന്നിട്ട് പിന്നെ വാങ്ങാം നമുക്ക്. വെയിലത്ത് കൊണ്ടിടാം. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/2 മണിക്കൂർ സമയം കൊണ്ട് വെച്ചിരിക്കണം. ഈ തീയൊക്കെ അങ്ങ് പിരിക്കണം കേട്ടോ. ഈ തീയൊക്കെ അങ്ങ് പിരിച്ചിട്ട് അത് അടച്ച് വെച്ചിരിക്കണം. തീയൊക്കെ അങ്ങ് പിരിച്ച് മാറ്റണം. 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് വെച്ചിരുന്നാലും മതി. ആ ആവിയിലിരുന്ന് അത് വേവണം. ആവിയിലിരുന്ന് വേവുമ്പോൾ നല്ല പാകത്തിനായിരിക്കും. ഓക്കെ. ഇങ്ങനെ ആവിയിൽ വേവിക്കുന്ന കാരണമേ ഇതിൻ്റെ കുറുക്കുമിനാണെങ്കിൽ ഒട്ടും നഷ്ടപ്പെടുത്തുമില്ല. നമ്മൾ എത്രയോ വർഷമായിട്ട് അമ്മച്ചിയൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് കണ്ടാണ് ഞങ്ങളും ചെയ്യുന്നത്. ഇതേ പോണം. ഓക്കെ. തിളച്ച് ഒരു 1/2 മണിക്കൂർ ഞാനിങ്ങനെ വെച്ചിരുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആക്കിയിട്ട് രാവിലെ എടുത്ത് വെയിലത്തിടണം. ഇതിപ്പോൾ ഞാൻ രാവിലെ വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ എല്ലാം വേവെന്ന് നമ്മൾ അറിയുന്നതെന്ന് പറയുന്നത് അതായത് ഇതിനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കണം. കണ്ട വെന്ത്. ഇതാണ് പാകം. കണ്ട. ഓക്കെ. ഇനി ഞാൻ വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. കണ്ടോ, നമ്മളിങ്ങനെ ഒടിച്ച് നോക്കാൻ കണ്ടോ, അതിൻ്റെ നൂല് വലിയുന്ന പോലെ വരുന്ന കണ്ടോ. ഇതാണ് അതിൻ്റെ പാകം. കണ്ടോ, ഈ പാകത്തിനാണ് എടുക്കേണ്ടത്. ഞാനേ ഇത് നിങ്ങളെ കലത്തി വെച്ച് പുഴുങ്ങിയത് കാണിച്ചു തന്നില്ല. കണ്ടോ, ഇതാണ് പാകം. കണ്ടോ നന്നായിട്ട് ആയി. കണ്ടോ, നമ്മളിങ്ങനെ ഒടിക്കുമ്പം തന്നെ കണ്ടോ ഇതാണ് അതിൻ്റെ പാകം. കണ്ടോ, പെട്ടെന്ന് ഒടിഞ്ഞ് വരുന്നതാണ്. കണ്ടോ, ഇത് പുഴുങ്ങിയിട്ട് ഞാനിതിൻ്റെ വെള്ളം തോരാനായിട്ട് ഒരു ചാക്കിലിട്ട് ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇട്ടേക്കുന്നു. ഇതിൻ്റെ വെള്ളം തോരുമ്പോൾ ഞാൻ വെയിലത്ത് കൊണ്ടിടും കേട്ടോ. ഇത് നമ്മൾ വെയിലത്തിട്ട് ഇത് നന്നായിട്ട് ഇത് ഉണങ്ങുമ്പോഴത്തേനും ഇതിൻ്റെ തൊലിയെല്ലാം അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പോകത്തില്ല. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. അപ്പോഴും മഞ്ഞൾ പുഴുങ്ങുന്ന വിധം എൻ്റെ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ.
കണ്ടോ ഞാൻ ആ പുഴുങ്ങിയത് എൻ്റെ ടെറസിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി ഒരു 10-12 ദിവസമൊക്കെ വേണം ഇത് കുറഞ്ഞത് നന്നായിട്ട് ഉണങ്ങി വരാനായിട്ട്. ഓക്കേ.